ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ നിറയുവാൻ വേണ്ടി നമുക്കൊന്ന് സമർപ്പിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെ, അവയുടെ ലക്ഷ്യങ്ങളെ നമ്മളൊന്ന് വിചിന്തന വിഷയമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവാനുഭവമുണ്ട്. ഈ ദൈവാനുഭവത്തിൻ്റെ പിന്നിലെ ദൈവിക പദ്ധതി ഒന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പൂർണ്ണമായിട്ട് നമ്മെ സമർപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് ഈ കൃപ നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവ് തന്നെ എഴുതി ചേർക്കും. അതുകൊണ്ടൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ആദിയിൽ ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, ചലിച്ചുകൊണ്ടിരുന്ന ഈ ദൈവ ചൈതന്യത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്നപ്പോൾ അവിടെ സൃഷ്ടികർമ്മം നടന്നു. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോഴാണ് വചനം നമ്മിൽ മാംസം ധരിക്കുന്നത്. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, വചനം മാംസം ധരിച്ചു അമ്മയിൽ. നമ്മുടെ ജീവിതത്തിലും ഇതേ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ നിമിഷങ്ങളിൽ നമുക്ക് ദാഹിക്കാം. പരിശുദ്ധാത്മാവെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ, രക്തസാക്ഷികളിൽ നിറഞ്ഞതുപോലെ, വിശുദ്ധാത്മാക്കളിൽ നിറഞ്ഞതുപോലെ ഇപ്പോൾ ഞങ്ങളിൽ വന്നു വസിക്കണമേ. നമുക്ക് ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ നിന്നും അഗ്നിനാളങ്ങളായി വരണേ, വരദാന ഫലധാരയേക, വരദായക വേഗം വരണേ. ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിക്കാം. അത്യുന്നതങ്ങളിൽ നിന്നും അഗ്നിനാളങ്ങളായി വരണേ, പരിശുദ്ധാത്മാവേ, വരദാന ഫലധാരയേക, ആത്മാവേ, വരദായക വേഗം വരണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അഭിഷേകമായി നിറയണമേ. പുതു സൃഷ്ടിയായി മാറ്റണമേ. പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ദൈവപദ്ധതി അനുസരിച്ച് ഞങ്ങളെ പുതുതാക്കണമേ. പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ഈശോ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുന്നു. അതുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഈശോ പറഞ്ഞു. ഈ വാഗ്ദാനം നമ്മിൽ നിറയട്ടെ. ഈ ആത്മാവ് നമ്മളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഏറ്റുപറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാൻ ഞങ്ങൾക്കിന്നാവില്ല സ്നേഹരൂപാ. ദാഹത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാൻ ഞങ്ങൾക്കിന്നാവില്ല സ്നേഹരൂപാ. പരിശുദ്ധാത്മാവേ, സ്നേഹപ്രകാശമായി നീ വരണേ, സ്നേഹചൈതന്യം ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം പ്രകാശമായി നീ വരണേ, സ്നേഹചൈതന്യം ചൊരിഞ്ഞിടണേ. ആത്മാവേ, ആത്മാവേ,
പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ദൈവിക രഹസ്യങ്ങളെ നമ്മളിലേക്ക് നിറയ്ക്കുന്ന ആത്മാവിന്റെ ശക്തി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളിൽ നിറയണമേ. പൂർണ്ണമായിട്ടും കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. പരിശുദ്ധാത്മാവേ പാവനാത്മാവേ വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, ഞങ്ങളുടെ മനസ്സിനെ ഏറ്റെടുക്കണം, ഞങ്ങളുടെ ചിന്തകളെ ഏറ്റെടുക്കണം. അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ. അഭിഷേകത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളെ അങ്ങ് തുറക്കണമേ. ഹൃദയത്തെ അങ്ങ് ജ്വലിപ്പിക്കണമേ. ദൈവസ്നേഹത്തിന്റെ അഗ്നി കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ അന്തരാത്മാവിൽ നിറയണമേ. ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, കൂടെ ആയിരിക്കണമേ. ഞങ്ങളെ ദൈവപുത്രന്റെ ഹൃദയത്തിനിണങ്ങിയ വിശുദ്ധ ജീവനങ്ങളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്താൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷത്തോടെ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന ദിവസം ഈ വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, പലരും പറയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങളുണ്ട്. ഒരുപാട് പേര് ഈ വാക്ക് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവമുണ്ട്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് അനേകർ പറയുന്നതാണ്. പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഈ ദൈവാനുഭവങ്ങൾ എന്തിനു വേണ്ടി നൽകപ്പെടുന്നു? വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. അത് ഈശോയുടെ സാക്ഷിയായി ഞാൻ ജീവിക്കാനുള്ള ഒരു വിളിയാണ്. നമ്മുടെ വചനത്തിൽ കാണും, സ്നാപക യോഹന്നാന്റെ 2 ശിഷ്യന്മാർ അവര് സ്നാപക യോഹന്നാനോടൊപ്പം നിൽക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ശിഷ്യന്മാരെന്ത് ചെയ്തു? സ്നാപക യോഹന്നാന്റെ വാക്ക് കേട്ട് ഈ 2 ശിഷ്യന്മാരും ഈശോയെ അനുഗമിച്ചു. ഈശോയെ അനുഗമിച്ച് അവരോട് ഈശോ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, ഗുരു, അങ്ങ് എവിടെ വസിക്കുന്നു? അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ വന്നു കാണുക. പിറ്റേ ദിവസം അവര് തങ്ങളുടെ കൂട്ടുകാരോട് പറയുന്നതാണ്, ഞങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ കണ്ടു. ഈശോയെ അനുഭവിച്ചറിഞ്ഞവർ അതേറ്റു പറഞ്ഞു. ശിഷ്യന്മാരുടെ ജീവിതം മുഴുവൻ അത് തന്നെയാണ്. സഭയുടെ ശുശ്രൂഷകൾ മുഴുവൻ അത് തന്നെയാണ്.
ദൈവാനുഭവത്തെ പ്രഘോഷിക്കുന്നവരാണ് നമ്മൾ. അഥവാ ദൈവത്തെ സാക്ഷ്യപ്പെടുത്താനുള്ള വിളിയാണ് എല്ലാ ദൈവാനുഭവവും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തിന് ഞങ്ങൾ സാക്ഷി നൽകുന്നു. വീണ്ടും പത്രോസ്ലിഹായുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോൾ ഒരിക്കൽ ഈ പത്രോസ്ലിഹായുടെ അമ്മായിയമ്മ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. അവൻ അവളെ തൊട്ടു, അപ്പോൾ അവളുടെ പനി വിട്ടുമാറി. അടുത്ത വചനം ഇങ്ങനെയാണ്: അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. ഓർക്കുക, ദൈവാനുഭവം ശുശ്രൂഷയിലേക്ക്, സാക്ഷ്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കണം. ഇല്ലെങ്കിൽ ഈ ദൈവാനുഭവം നമുക്ക് രക്ഷാകരമാവുകയില്ല എന്നതാണ് സത്യം. നമ്മളിത് വചനത്തെ കാണും. 10 കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചു. ഒരുവൻ മാത്രമേ ഈശോയുടെ അടുക്കലേക്ക് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ളൂ. അവൻ മാത്രമേ രക്ഷ അനുഭവിച്ചിട്ടുള്ളൂ. അന്ധനായ മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തി. അവൻ എന്ത് ചെയ്തു? അവൻ ഈശോയെ അനുഗമിച്ചു. നോക്കുക, എല്ലാ ദൈവാനുഭവങ്ങളും നമ്മെ ഈശോയെ അനുഗമിക്കുന്നതിലേക്ക് നയിക്കണം. ഈശോ ഫലമേൽപ്പിക്കുന്ന ദൗത്യത്തിലേക്ക് നയിക്കണം. ഗരസേനരുടെ നാട്ടിൽ പിശാചു ബാധിതനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ അവൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങയോട് കൂടെ വരട്ടെ? ഈശോ പറഞ്ഞു, വേണ്ട, നീ നിന്റെ ഭവനത്തിലേക്ക് ചെല്ലുക, നീ നിന്റെ ബന്ധുജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുക, എന്നിട്ട് കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നീ പറയുക. ദൗത്യമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവാനുഭവത്തിന്റെ പടികളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ഓർക്കുക, ദൈവാനുഭവത്തിൽ 4 സ്റ്റെപ്പുകളുണ്ട് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ. ഒന്നാമത്തേത്, നമ്മൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. രണ്ടാമത്, ഈ ദൈവമഹത്വം ദർശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകളും ബലഹീനതകളും തിരിച്ചറിയാൻ സാധിക്കും. അത് ഏറ്റുപറയും. മൂന്നാമത്തേത്, അങ്ങനെ ഏറ്റുപറയുന്നവരെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. 4-ാമത്തെ സ്റ്റെപ്പാണ് പുതിയ ജീവിതം, പുതിയ വഴി, പുതിയ ദൗത്യം. വ്യക്തമാക്കാം. അതായത് ഈശോ ശിമയോൻ പത്രോസിന്റെ വള്ളത്തിലേക്ക് കയറി വന്നു. ഓർക്കുക, ഈ ശിമയോൻ പത്രോസ് വിളിച്ചിട്ടല്ല ഈശോ കയറി ചെല്ലുക. ഓർക്കുക, ദൈവാനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇടപെടലാണ്. അത് സൗജന്യമായി നമുക്ക് നൽകപ്പെടുന്നതുമാണ്. അങ്ങനെ കടന്നു ചെന്ന് ഈശോ ആ വള്ളത്തിലിരുന്ന് ഈശോ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചു. എന്നിട്ട് ശിമയോനോടും കൂട്ടരോടും പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചത്, ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. ഈശോയുടെ വാക്ക് കേട്ട് അവർ വലയിറക്കി. ആ വല നിറയുവോളം മത്സ്യങ്ങളെ കിട്ടി. മത്സ്യങ്ങൾ നിറഞ്ഞ വലയുമായി നിൽക്കുന്ന ഈ ശിമയോനും കൂട്ടരും നോക്കിയത് ഈ മത്സ്യത്തിലേക്കല്ല, മീൻ നിറഞ്ഞ ഈ വലയിലേക്കല്ല. ശിമയോൻ പത്രോസ് ഉടനെ തന്നെ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി. ഓർക്കുക, ദൈവാനുഭവം നമ്മെ നയിക്കുന്നത് ഈ അനുഗ്രഹത്തിന്റെ പിന്നാലെ പോകാനുള്ളൊരു പ്രവണതയിലേക്കല്ല, ആയിരിക്കരുത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. അനുഗ്രഹം തന്നത് ഈ തന്ന കർത്താവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ശിമയോൻ പത്രോസിന്റെ ജീവിതത്തില് ഈ ഒരു തിരിച്ചറിവുണ്ടായി. അവൻ എന്ത് ചെയ്തു? ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി. എന്നിട്ട് അവൻ വിളിച്ചു, കർത്താവേ, തന്റെ വള്ളത്തിൽ താൻ ക്ഷണിക്കാതെ കയറി വന്ന അതിഥി, ആധികാരികതയോടെ കയറി വന്ന അതിഥി എന്റെ ദൈവമാണ് എന്ന തിരിച്ചറിവ്, എന്റെ ജീവിതത്തിന്റെ ഉടയവനാണ് എന്റെ ഈ വള്ളത്തിലുള്ളത് എന്ന തിരിച്ചറിവ്.
അതാ ഞാൻ പറഞ്ഞത്, ദൈവമഹത്വം ദർശിച്ചു, ദൈവിക ശക്തി തിരിച്ചറിഞ്ഞു. ശിമയോൻ പത്രോസിന്റെ ജീവിതത്തിൽ ഈ അനുഭവത്തിലേക്ക് അവൻ കടന്നു. ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമതെന്ന് സംഭവിച്ചു, അവൻ ഈ ദൈവിക പ്രഭയിൽ തന്നെ മനസ്സിലാക്കി. അതാണ് പറയുന്നത്, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. അവനവനെക്കുറിച്ച്, അവനവന്റെ കുറവുകളെക്കുറിച്ച്, ബലഹീനതകളെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യം കിട്ടും. എപ്പോൾ? നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ. തന്റെ കുറവുകളെ, ബലഹീനതകൾ തിരിച്ചറിഞ്ഞ അവൻ ഈശോയുടെ മുമ്പിൽ അത് ഏറ്റുപറഞ്ഞു. തിരിച്ചറിഞ്ഞ് മനസ്സിൽ വെക്കുമല്ല, അത് ഈശോയുടെ മുമ്പിൽ അത് ആയിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റുപറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഏറ്റുപറഞ്ഞ അവന്റെ ജീവിതത്തിലേക്ക് വിശുദ്ധീകരണം കടന്നു വരികയാണ്. ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട. അത് വിശുദ്ധീകരണോ? കുറവുകളെ പരിഹരിക്കുന്ന കർത്താവിന്റെ കൃപ അവനിലേക്ക് ഇറങ്ങുകയാണ്. ഭയപ്പെടേണ്ട. നാലാമത്തെ കാര്യം, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഇപ്പോൾ മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. പുതിയ ദൗത്യം, പുതിയ വഴി. അത് ശിഷ്യത്വത്തിന്റെ വഴി, സാക്ഷ്യത്തിന്റെ വഴി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവമുണ്ട് എന്ന് പറയുമ്പോൾ, നാം ഓരോരുത്തരും പലരോടും ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ദൈവാനുഭവം എന്നെ ഈ സാക്ഷ്യത്തിന്റെ അനുഭവത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവ് നമ്മെ ഓർത്ത് വേദനിക്കും. വീണ്ടും പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകനുണ്ടാകുന്ന ദൈവാനുഭവം നമ്മൾ കാണുന്നുണ്ട്. 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: ഉസ്സിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 കൊണ്ട് അവ മുഖം മറച്ചിരുന്നു, 2 കൊണ്ട് പാദങ്ങളും, 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. നോക്കുക, ദൈവാനുഭവമാണ്. ദൈവമഹത്വം ദർശിച്ചു. ഈ ദൈവമഹത്വം ദർശിച്ച യെശയ്യാ പ്രവാചകന് ഉടനെ ഉണ്ടായ ഒരു അവബോധം എന്താ? അത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, കാരണം ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ദൈവാനുഭവം കർത്താവിനെ തിരിച്ചറിയുന്നു. 2, സ്വയം തിരിച്ചറിയുന്നു. തൻ്റെ കുറവുകൾ, തൻ്റെ നിസ്സാരത, തൻ്റെ ബലഹീനതകൾ എല്ലാം തിരിച്ചറിയുക. ആ കുറവുകളെ, അല്ലെങ്കിൽ ആ നിസ്സഹായ അവസ്ഥയെ, നിസ്സാര അവസ്ഥയെ ഏറ്റുപറഞ്ഞ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം വിശുദ്ധീകരണം നടത്തുകയാണ്. നമ്മളിങ്ങനെ വായിക്കും: അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു. വിശുദ്ധീകരണം. തുടർന്ന് പ്രവാചകൻ ഒരു സ്വരം കേൾക്കുകയാണ്. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു: ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? ഉടനെ പ്രവാചകൻ പറയുക: ഇതാ ഞാൻ, എന്നെ അയച്ചാലും. പുതിയ ദൗത്യം, പുതിയ വഴി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദൈവാനുഭവത്തിന്റെ പിന്നിലും കർത്താവിന്റെ പദ്ധതി നാം സാക്ഷികളായി മാറുക എന്നതാണ്. ഈ ദൈവാനുഭവം എന്ന് പറയുന്നത് അത് നമ്മുടെ യോഗ്യത കൊണ്ട്, നമ്മുടെ പുണ്യം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല. ഇത് സൗജന്യദാനമാണ്. സൗജന്യദാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, സൗജന്യമായതുകൊണ്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം എന്താ? ചോദിക്കുന്നവർക്കാണ് സൗജന്യമായ ഈ ദാനം നൽകപ്പെടുന്നത്. സൗജന്യമായി കിട്ടും എന്നോർത്ത് ചോദിക്കാതിരുന്നാലോ? കിട്ടില്ല. അതേസമയം
ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് യോഗ്യത നോക്കാതെ കർത്താവ് തൻ്റെ മഹത്വം, തൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം നൽകും. വിശുദ്ധീകരണം സംഭവിക്കും അവിടെ. ഈ അനുഗ്രഹങ്ങൾ തരുമ്പോൾ, ഈ ദൈവാനുഭവത്തിലേക്ക് കർത്താവ് നയിക്കുമ്പോൾ, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുമ്പോൾ, ഈ അനുഗ്രഹങ്ങളാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ദൈവാനുഭവങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഫലത്തിലേക്ക് എത്താതെ വരിക. ഞാൻ പറഞ്ഞു, 10 കുഷ്ഠരോഗികളിൽ 9 പേർക്കും സംഭവിച്ച അബദ്ധം അതാണ്. യൂദാസ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും കണ്ണു തുറന്ന് കണ്ട മനുഷ്യനാണ് യൂദാസ്. പക്ഷേ അവയുടെ ലക്ഷ്യം ഈശോയുടെ മനസ്സറിയാൻ സാധിക്കാത്തത് കൊണ്ട് യൂദാസ് വീണുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നയിച്ച വഴികളെ ആത്മാർത്ഥമായി തിരുമുൻപിൽ നമുക്ക് വിചിന്തനത്തിന് വിഷയമാക്കണം. ഈ ഒരു അനുഗ്രഹം എനിക്ക് തന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച ഫലം എനിക്ക് പുറപ്പെടുവിക്കാൻ സാധിച്ചോ? ഇത് ആത്മശോധനയ്ക്ക് വിഷയമാക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അനുഗ്രഹമാകേണ്ട നമ്മുടെ ജീവിതം അനുഗ്രഹമാകാതെ പോകും, നാശത്തിലേക്ക് വീണുപോകും. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ കർത്താവ് വളരെ മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ട്. മലമുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ഞാനൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. കല്ല് കിളച്ചു മാറ്റി, കളകൾ പറിച്ചു നീക്കി, നിലം നന്നായിട്ടൊരുക്കി, ഏറ്റവും വിശിഷ്ടമായ മുന്തിരിച്ചെടി ഞാൻ നട്ടുപിടിപ്പിച്ചു. ഈ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും ഞാൻ വേലി കെട്ടി, കാവൽ മാടം പണിതു, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഈ മുന്തിരിത്തോട്ടം വിശിഷ്ടമായ നല്ല മുന്തിരിപ്പഴം നൽകുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരുന്നു. പക്ഷേ ഈ മുന്തിരിത്തോട്ടം എനിക്ക് വേണ്ടി പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതൊക്കെ ദൈവം നമുക്ക് സൗജന്യമായി നൽകിയതാണ്, ദാനമായി ഒരുക്കിയതാണ്. നമ്മുടെ കുടുംബം നിലം ഒരുക്കി മുന്തിരിച്ചെടി നട്ടുപിടിപ്പിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി. നമ്മുടെ ദേശത്തെ ഒരുക്കി, നമ്മുടെ മാതാപിതാക്കളെ ഒരുക്കി, നമ്മുടെ സഹോദരങ്ങൾ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരങ്ങൾ, അതിനേക്കാളുപരി കൂദാശകളുടെ ഒരു സംരക്ഷണ വലയം, ക്രൈസ്തവമായ അന്തരീക്ഷം. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ച നന്മകൾ എത്രയോ അധികമാണ്. ഈ നന്മകൾ നമുക്ക് നൽകപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എന്താ? നന്മയുടെ, കൃപയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം, സാക്ഷ്യ ജീവിതത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം. പറ്റുന്നുണ്ടോ? ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ടതാ, എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലവേദ. എൻ്റെ ജീവിതം കണ്ടിട്ട് എൻ്റെ കർത്താവിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന വിധം എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ വചനം പ്രശോഭിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈശോ പറയുക, യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ പറഞ്ഞു വയ്ക്കുക, ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അടുത്ത വചനം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി ലോകമറിയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന്. നോക്കുക, ഈ സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത് നാം ഈശോയെ കണ്ടുവെങ്കിൽ ആ ഈശോയെ പോലെ നാം ആയിത്തീരുന്നതാ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞ ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സാക്ഷ്യം നൽകുന്നിടത്തെ ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമാകുന്നുള്ളൂ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അതേ ഈശോ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്.
അതായത് ഈശോയാകുന്ന പ്രകാശത്തെ ജീവിതത്തിൽ സ്വീകരിച്ച് അത് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കേണ്ടവരാ നമ്മൾ. എങ്ങനെയാണത്? വചനം പറയുക, മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട്, എങ്ങനെ? സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. വിളിയാണിത്, ദൗത്യമാണിത്. ഈ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിറയണം. ആത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കണം, ശിഷ്യന്മാരെ പോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവാനുഭവങ്ങളുടെ പിന്നിലെ ദൈവപദ്ധതി തിരിച്ചറിഞ്ഞ് ആ ദൈവപദ്ധതിക്ക് വേണ്ടി നമ്മെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഇക്കേട്ട വചനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവാനുഭവങ്ങൾ ജീവിതത്തിൽ സാക്ഷ്യത്തിലേക്ക് നയിക്കാൻ തക്ക വിധം ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവെ, ശിഷ്യന്മാരെ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളിലെ ദൈവാനുഭവങ്ങൾ സാക്ഷ്യത്തിൻ്റെ അഭിഷേകങ്ങളാക്കി അങ്ങ് മാറ്റണമേ. ഞങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങേ കൃപാവരത്തിന് മുൻപിൽ സമർപ്പിക്കുന്നു. അഭിഷേകത്താലും കൃപാവരത്താലും ശക്തിയാലും ജ്ഞാനത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിത്യസഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.